കസാക്കിസ്ഥാനിലെ അൽമാട്ടി നഗരത്തിലൂടെ സഞ്ചാരം തുടരുകയാണ്. 4ാം ദിവസം ഉച്ച കഴിഞ്ഞ നേരം. സുഹൃത്ത് സഞ്ജുവിന്റെ ഓഫീസിന്റെ പരിസര പ്രദേശമാണിത്. ഓഫീസിൽ കുറെ നേരം ചെലവഴിച്ച ശേഷം സഞ്ജുവിന്റെ 2 സഹപ്രവർത്തകരുടെ കൂടെ ഉച്ചഭക്ഷണം കഴിക്കാനിറങ്ങി. സഞ്ജുവിന്റെ ഓഫീസിന്റെ പരിസരത്ത് നിരവധി റെസ്റ്റോറന്റുകളുണ്ട്. പ്ലോവ് ഗ്രിൽ എന്നൊക്കെ പേരുള്ളത്. വൈവിധ്യമാർന്ന ഭക്ഷണശാലകൾ. പരിസരം മുഴുവൻ റെസ്റ്റോറന്റുകളാണ്. അതുകൊണ്ട് ഇവർക്ക് ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ വൈവിധ്യം ആസ്വദിക്കാം. മുൻപേ നടക്കുന്നത് റാം, ക്രിസ്റ്റി എന്ന മറ്റൊരാളും കൂടെയുണ്ട്. അത്താഷ് ഡോണർ എന്ന ഒരു ടർക്കിഷ് റെസ്റ്റോറന്റിന് മുന്നിൽ ഇവർ എന്നെ എത്തിച്ചു. ഇത് അടുത്ത കാലത്താണ് ആരംഭിച്ചതെന്നും തുർക്കിയിൽ നിന്നും പ്രചരിച്ച ഒരു ഭക്ഷണ വിഭവമാണെന്നും റാം പറഞ്ഞു. ആ സാധനം ഇതാണ്, ഡോണർ എന്ന് പറയുന്ന വിഭവം. അതിനകത്തെ ഇരിപ്പിടങ്ങളൊക്കെ വിചിത്രമാണ്. പ്രത്യേക തരത്തിലുള്ള മരക്കുറ്റികളാണ് ഇരിപ്പിടങ്ങൾ. മേശയ്ക്കും മരക്കുറ്റി തന്നെ. അടുത്ത കാലത്ത് തുടങ്ങിയതാണെങ്കിലും കസ്റ്റമേഴ്സിനൊക്കെ വളരെ ഇഷ്ടമാണ്. സ്ഥിരം കസ്റ്റമറാണത്രേ ഇദ്ദേഹം. അപ്പോഴേക്കും റാം പോയി ഇതിന്റെ ഉടമസ്ഥനെ വിളിച്ചുകൊണ്ടുവന്നു. ഇദ്ദേഹത്തിന്റെ പേര് അഷ്റഫ്. റാമിനും ക്രിസ്റ്റിക്കുമെല്ലാം ഇവിടെ വലിയ ഫ്രീഡമാണ്. ഈ റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോഴുള്ള ആദ്യത്തെ കസ്റ്റമേഴ്സ് സഞ്ജുവിന്റെ സ്ഥാപനത്തിലെ ആളുകളും റാമുമൊക്കെയായിരുന്നു. അവരെന്നെ ഡോണർ ഉണ്ടാക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി. ഷവർമ ഉണ്ടാക്കുന്നത് പോലെ തന്നെ, എന്നാൽ ഇതിനകത്ത് ബീഫും മട്ടനുമൊക്കെ ഇടകലർത്തിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ചെത്തിയെടുക്കും. അഷ്റഫ് അതെനിക്ക് കാണിച്ചു തന്നു. ഏറ്റവും മുകൾ ഭാഗത്തുള്ള മൊരിഞ്ഞത് ചെത്തിയെടുക്കുന്നു. ഷവർമ ഉണ്ടാക്കുന്ന അതേ മട്ടിൽ തന്നെ. പലതരം മാംസം ഒരുമിച്ചുള്ളതാണെന്ന വ്യത്യാസം മാത്രം. ഇതിന് ധാരാളം ആവശ്യക്കാരുണ്ട്. ഷവർമ പോലെ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. പച്ചക്കറി, ചെത്തിയെടുത്ത മാംസം എന്നിവ പ്രത്യേകമായ നാനിനകത്ത് ചുരുട്ടിയെടുത്തു തരുന്നു. ടർക്കിഷ് ഡോണർ കബാബ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ഡോണർ എന്ന ടർക്കിഷ് വാക്കിനർത്ഥം റോസ്റ്റിംഗ് എന്നാണ്. 19ാം നൂറ്റാണ്ടിലാണ് ടർക്കിയിൽ ഈ വിഭവം രൂപപ്പെടുന്നത്. മൊരിച്ച ഇറച്ചിയും പലതരം സോസുകളും ഫ്രഷ് സലാഡും നേർത്ത ബ്രെഡുമെല്ലാം ചേരുന്ന വിഭവമാണിത്. ഈ കട തുടങ്ങുമ്പോൾ ആരും ഇവിടേക്ക് വരാറില്ലായിരുന്നു എന്നാണ് റാം പറയുന്നത്. സഞ്ജുവിന്റെ സ്ഥാപനത്തിൽ നിന്നുള്ള സ്റ്റാഫാണ് ആദ്യത്തെ കുറെ നാൾ ഇവിടെ സ്ഥിരമായി വന്നത്. അവരാണ് ഇതിനെ ഒന്ന് ഉയർത്തിയെടുത്തതും. അതുകൊണ്ട് തന്നെ മുതലാളിക്ക് ഇവരോട് വലിയ സ്നേഹമാണ്. ഡോണർ മാത്രമല്ല, ഇവിടെ വേറെയും വിഭവങ്ങളുണ്ട്. വേറൊരു ഭാഗത്ത് ചെല്ലുമ്പോൾ പ്ലോവ് എന്ന വിഭവം മൂടി തുറന്ന് കാണിച്ചു തന്നു. നമ്മുടെ പുലാവ് എന്ന് പറയുന്ന സംഗതിയാണ്. ബിരിയാണി പോലെ തന്നെ. ഇത് കുർദാക്ക്. ആട്ടിറച്ചി എല്ലോടുകൂടി നുറുക്കി നന്നായി വേവിച്ചെടുത്ത സാധനമാണ്. ഇദ്ദേഹമാണ് അതിന്റെ സ്പെഷ്യലിസ്റ്റ് കുക്ക്. റെസ്റ്റോറന്റ് എന്നൊന്നും പറയാനാവില്ല, ശരിക്കും ഒരു തട്ടുകട. ഒരു പാത്രത്തിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നു. അതൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. മരക്കുറ്റി പോലത്തെ സീറ്റുകളിൽ ഒന്നിൽ സ്ഥാനം പിടിച്ചു. റാമും ക്രിസ്റ്റിയും നേരത്തെ കഴിച്ചതാണ്. എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നു. അതിഗംഭീരമായ മട്ടൺ വിഭവം. ഭക്ഷണം കഴിച്ച് സഞ്ജുവിന്റെ ഓഫീസിൽ പോയി കുറച്ചു നേരം വിശ്രമിച്ചു. സന്ധ്യയായപ്പോൾ ഞങ്ങൾ ഒരു വീട് കാണാനിറങ്ങി. സഞ്ജുവിന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫുണ്ട്, ലീന. ലീനയുടെ വീട്ടിലേക്ക് വൈകിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ലീനയുടെ അമ്മയെ ഒന്ന് പരിചയപ്പെടാം. സോവിയറ്റ് കാലത്തെ ഒരു അപ്പാർട്ട്മെന്റ് കാണുകയുമാവാം. ലീനയുടെ അമ്മ റഷ്യൻ വംശജയാണ്. അവർ സോവിയറ്റ് കാലത്തെ അനുഭവങ്ങളും കഥകളും ഒക്കെ പറയും. അതൊക്കെ കേൾക്കാമെന്ന് വെച്ചാണ് ചെല്ലുന്നത്. സിറ്റിയുടെ വേറൊരു ഭാഗത്താണ് വീട്. അപ്പാർട്ട്മെന്റുകളുള്ള എല്ലായിടത്തും അതിന്റെ താഴത്തെ നിലയിൽ റെസ്റ്റോറന്റുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്. സോവിയറ്റ് കാലത്തെ പഴഞ്ചനൊരു അപ്പാർട്ട്മെന്റാണ്. 3ാം നിലയിലാണ് ലീനയുടെ വീട്. പക്ഷേ ലിഫ്റ്റില്ല, നടന്നു കയറണം. ഞങ്ങൾ കയറിയെത്തി. ഇതാണ് ലീനയുടെ അമ്മ. വിയറ എന്നാണ് അമ്മയുടെ പേര്.
അമ്മയെ പരിചയപ്പെടുത്തി. So you have visited Kochi. ഇതാണ് ലീന. How long? സഞ്ജുവിന്റെ ഓഫീസിൽ സഹപ്രവർത്തകയാണ് ലീന. What? ഇവർ കേരളത്തിൽ വന്നിട്ടുണ്ട്. Treatment for medical. ആയുർവേദമൊക്കെ പരീക്ഷിച്ചിട്ടുമുണ്ട്. On ashram, like കൊച്ചിയിലായിരുന്നു കൂടുതൽ സമയവും. go to another place and സഞ്ജുവിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. live. വിയറ അമ്മച്ചിയുമായി വിശേഷങ്ങൾ പറഞ്ഞു. വിയറ റഷ്യൻ വംശജയാണ്. Nina's father, her husband is from Uzbekistan and she's from Russia. ഭർത്താവ് ഉസ്ബെക്കിസ്ഥാൻകാരനായ ഒരു ഗുസ്തിക്കാരനായിരുന്നു. Вам всего доброго, удачи, благополучия и очень-очень много впечатлений от всех стран. അങ്ങനെയിരിക്കെ ലീനയുടെ മകളും വന്നു. അവൾ അപ്പുറത്തെ മുറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ലീനയുടെ അച്ഛൻ, ഉസ്ബെക്കിസ്ഥാൻകാരനായ ഗുസ്തിക്കാരൻ. Он вообще из Индии, он очень известный блогер. ലീന ഭക്ഷണമെടുത്തു. അമ്മച്ചി ചായ കപ്പിലേക്ക് പകർന്നു. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെയുള്ള രീതികൾ. For you, no chai? എന്നിട്ട് വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. പതിവ് പോലെ സഞ്ജു ദ്വിഭാഷിയായി. Ну, до сих пор называют, это очень популярное имя. പിതാവ് പട്ടാളത്തിലായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് കസാക്കിസ്ഥാനിലേക്ക് യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്. യുദ്ധം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചുപോയില്ല. City. ഇവിടെ സ്ഥിരതാമസമാക്കി. Нет, я родилась в России, в Оренбурге. അന്ന് റഷ്യയിലെ ഒരു പട്ടണത്തിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നതിനോ തിരിച്ചു പോകുന്നതിനോ പാസ്പോർട്ടോ വിസയോ ഒന്നും വേണ്ട. Родители приехали. ഒരു രാജ്യത്തിന്റെ ഭാഗമായ രണ്ടു പട്ടണങ്ങളിലേക്കെന്ന പോലെ സഞ്ചരിക്കാം. ഓറൻബർഗ് എന്നായിരുന്നു റഷ്യയിൽ അവർ താമസിച്ച പട്ടണത്തിന്റെ പേര്. അവിടെ ഇപ്പോൾ ബന്ധുക്കളൊക്കെയുണ്ട്. Тогда было, господи, ехать туда-сюда, Советский Союз был, и абсолютно это точно так же, как сейчас Талгар. ഇവിടെ താമസമാക്കിയതിന്റെ പ്രധാന കാരണം ഇവിടെ നല്ല കാലാവസ്ഥയായിരുന്നു എന്നതാണ്. റഷ്യയിലെ പോലെ ഭീകരമായ തണുപ്പായിരുന്നില്ല. And there it was. കുറച്ചുകൂടി തണുപ്പ് കുറഞ്ഞ കാലാവസ്ഥയായതുകൊണ്ട് അച്ഛൻ ഇവിടെ താമസമാക്കി എന്നാണ് വിയറ അമ്മച്ചി പറഞ്ഞത്. The job they here. അന്ന് യാത്രകൾ വളരെ ബുദ്ധിമുട്ടായിരുന്നില്ല. Родители? Родители, у меня папа был, воевал. വിയറ ഒരു ഹെയർ ഡ്രസ്സറായിരുന്നു. Вернулся, അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ушел из жизни. നല്ല ചുറ്റുപാടിലാണ് ജീവിച്ചിരുന്നത്. В 8 году. Сейчас вернуться? Нет, просто ഇപ്പോൾ റഷ്യയിൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചു. Нет, не было желания. Ой, потому что റഷ്യയിൽ പോകാറുണ്ട്. хотела ли я റഷ്യയിൽ вернуться? ബന്ധുക്കളുണ്ട്. нет, просто പിതാവിന്റെ സഹോദരങ്ങളൊക്കെ അവിടെയാണ്. Конечно, ഇടയ്ക്കിടയ്ക്ക് была, у меня പോകും. родственники, там അവരുമായിട്ട് все ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. Поэтому братья, там остались, да, родственников много. so she's saying Так like что в гостях. ഞാൻ വേറൊരു കാര്യം ചോദിച്ചു. How was ആ your life? പഴയ കാലമായിരുന്നോ അതോ ഇപ്പോഴത്തെ കാലമാണോ നല്ലത്? അമ്മച്ചിക്ക് വലിയ താല്പര്യം USSR കാലത്തോടാണ്. А там в России? Или സോവിയറ്റ് യൂണിയന്റെ കാലം നല്ല കാലമായിരുന്നു. были положительные, അന്ന് очень എല്ലാ много കാര്യത്തിനും было ഒരു всего. സ്ഥിരതയുണ്ടായിരുന്നു. Была бесплатная ഭാവിയെക്കുറിച്ച് медицина, ആശങ്കയുണ്ടായിരുന്നില്ല. была бесплатная, было വിദ്യാഭ്യാസവും лечение, മരുന്നും ചികിത്സയും ഒക്കെ ഫ്രീ ആയിരുന്നു. общались. ആളുകൾ Это തമ്മിൽ അന്ന് время, കൂടുതൽ ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്നു. നല്ല ഫ്രഷായ പച്ചക്കറികളും പഴങ്ങളും ഫാമിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. ഭക്ഷണത്തിന് ഒരിക്കലും ഷോർട്ടേജ് ഉണ്ടായിട്ടില്ല. സ്റ്റേറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. да, в അതൊക്കെയായിരുന്നു അന്നത്തെ നേട്ടങ്ങൾ എന്നാണ് പറയുന്നത്. How many children you have? 2 മക്കളാണ് വിയറ അമ്മച്ചിക്കുള്ളത്. ലീന ഒരു മകൾ, പിന്നെ ഒരു മകൻ കൂടിയുണ്ട്. മകൻ നഗരത്തിലെ മറ്റൊരു ഭാഗത്ത് താമസിക്കുന്നു. മകളാണ് അമ്മയുടെ കൂടെ ജീവിക്കുകയും അമ്മയെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. Did you have a കമ്മ്യൂൺ സിസ്റ്റത്തിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. на коммуналка, да. Ну и у нас были коммуналки. കമ്മ്യൂണിസ്റ്റ് കാലത്ത് കമ്മ്യൂൺ ജീവിതമായിരുന്നല്ലോ. കുറെ ആളുകൾ ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ ജീവിക്കുന്നു. This flat, some അവിടെ കോമൺ കിച്ചൺ, കോമൺ ഡൈനിങ് റൂം എന്നിവയൊക്കെയാണ് ഉണ്ടായിരുന്നത്. like the ഓരോ കുടുംബത്തിനും പ്രത്യേകമായിട്ടുള്ളത് ബെഡ്റൂമുകൾ മാത്രമാണ്. like this specialist of this. ഇവരുടെ ഭർത്താവ് ഗുസ്തി ചാമ്പ്യൻ ആയതുകൊണ്ട് ഇവർക്ക് പ്രത്യേക ഇളവൊക്കെ കിട്ടി. So they got like special അതുകൊണ്ട് ഇവർക്ക് പ്രത്യേക ഫ്ളാറ്റൊക്കെ ഉണ്ടായിരുന്നു. they were living in this എന്നാൽ മറ്റുള്ളവർ മിക്കവരും കമ്മ്യൂൺ സിസ്റ്റത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. where they got like separate flat and when they came here പാർട്ടി പ്രവർത്തകയായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. Нет, были комсомольцами, пионерами. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകയായിരുന്നില്ല. Не вступили. എന്നാൽ പാർട്ടി അനുഭാവിയായിരുന്നു. Папа тоже не. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പൈനിയർ എന്നൊരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നു.
കുട്ടികളിലും യുവാക്കളിലും പാർട്ടി തത്വങ്ങൾ പഠിപ്പിക്കാനായി രൂപീകരിച്ചതായിരുന്നു അന്നത്തെ പൈനിയർ എന്ന സംഘടന. Practice during Soviet. മതവിശ്വാസം എന്താണെന്ന് ചോദിച്ചു. Ну, мы попали в такое время, тоже так же была свобода, пожалуйста. ക്രിസ്ത്യാനികളാണ്. Можешь посещать മാതാപിതാക്കളും церковь, പള്ളിയിൽ പോകുമായിരുന്നു. а можешь не посещать. വിവാഹം Это പള്ളിയിൽ വെച്ചാണ് നടന്നത്. абсолютно. സ്റ്റാലിന്റെ കാലത്ത് മാത്രമാണ് വിശ്വാസം വിലക്കിയിരുന്നത്. പിന്നീട് വിശ്വാസം വിലക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും ഒക്കെ പറ്റുമായിരുന്നു. ഇപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്. Так было. ഇവിടെയുള്ള റഷ്യൻ വംശജർ മിക്കവരും ക്രിസ്ത്യാനികളാണ്. എടുത്തുവച്ച വിഭവങ്ങൾ കഴിക്കാൻ അമ്മച്ചി ഇടയ്ക്കിടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് ചിക്കൻ പൈയാണ്. Будьте. ചിക്കനും മഷ്റൂമും കൂടി ചേർന്ന ഒരു തരം പൈ. Не сладкие. അതിനകത്ത് ചീസുമുണ്ട്. Вот тарелочка. ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ്. അതും കഴിച്ചു. അങ്ങനെ കുറച്ചുനേരം ഞങ്ങൾ ചായ കുടിച്ചും വർത്തമാനം പറഞ്ഞുമിരുന്നു. Стран, которые вы посещаете. പിന്നെ വിയറെ അമ്മച്ചിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു. All the best to you for your all future endeavors and safe journey. പുറമേ അപ്പാർട്ട്മെന്റ് പഴഞ്ഞനായിട്ട് തോന്നുമെങ്കിലും വീടിനകമൊക്കെ ഭംഗിയായി വെച്ചിട്ടുണ്ട്. അമ്മയും മകളും ചേർന്ന് നിന്ന് എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തു. ഒരു കസാഖ് നഗരത്തിലെ വീടിന്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. In Almaty, but he's പ്രത്യേകിച്ച് അൽമാട്ടി പോലുള്ള ഒരു നഗരത്തിൽ ആളുകൾ വസിക്കുന്നത് ഇങ്ങനെയുള്ള വീടുകളിലാണ്. Grade when? ലീനയുടെ മകളാണിത്. കോളേജിൽ പഠിക്കുന്നവൾ. Oh, it's college already. Bye. അവരോട് യാത്ര പറഞ്ഞു. Спасибо. ചെരുപ്പൊക്കെ ഇട്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. Спасибо большое. Спасибо вам тоже. വാതിൽക്കൽ വന്ന് നിന്ന് വിയറെ അമ്മച്ചി ഇന്ത്യക്കാർക്കെല്ലാം ആശംസ നേർന്നു. ഇന്ത്യൻ വസ്ത്രങ്ങളും ഇന്ത്യൻ ആഭരണങ്ങളും ഇന്ത്യൻ സിനിമയുമൊക്കെയായിരുന്നു തന്നെ ആകർഷിച്ചിരുന്നതെന്ന് വിയറെ അമ്മച്ചി പറഞ്ഞിരുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇനി അല്പം ഭക്ഷണം കഴിച്ച് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാമെന്ന് കരുതി ഒരു റെസ്റ്റോറന്റ് തേടി പോവുകയാണ്. Sure. No problem. യാത്രയിൽ ഞാൻ ലീനയുടെ വീടിനെ പറ്റിയാണ് ചിന്തിച്ചത്. അങ്ങനെയൊക്കെ തന്നെയാണ് മധ്യവർഗം കസാക്കിസ്ഥാനിൽ, പ്രത്യേകിച്ച് അൽമാട്ടിയിലും മറ്റും വസിക്കുന്നത്. എന്നാൽ ഗ്രാമങ്ങളിലെ ജീവിതം വ്യത്യസ്തമാണ്. ഗ്രാമത്തിൽ അത്രയും ഫെസിലിറ്റികളില്ല. അതുകൊണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് ആളുകൾ ഒഴുകുകയാണ്. ഇവിടെ കച്ചാപ്പൂരി എന്നു പേരുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. സഞ്ജു അവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിലും റെസ്റ്റോറന്റിൽ നല്ല തിരക്കുണ്ട്. മെനു കാർഡ് കൊണ്ടുവന്നു വെച്ചു. ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതിയെന്ന് തീരുമാനിച്ചു. അതിനാൽ ഒരു മഷ്റൂം സൂപ്പ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു ചെറു വിഭവവും പറഞ്ഞു. ബ്രിഞ്ചാൾ കൊണ്ടുള്ള ഒരു പ്രത്യേക വിഭവം. സഞ്ജു കബാബാണ് ഓർഡർ ചെയ്തത്. അപ്പുറത്തെ സീറ്റുകളിലും ആളുകളുണ്ട്. മഷ്റൂം സൂപ്പ് ഇതാണ്. രാത്രി സൂപ്പ് കഴിക്കുന്നത് ഒരു സുഖമാണല്ലോ. നല്ല സൂപ്പായിരുന്നു. വലിയൊരു ചട്ടി നിറയെയുണ്ട് സൂപ്പ്. പിന്നെ ബ്രിഞ്ചാളിന്റെ ഒരു പ്രത്യേക വിഭവവും. രുചികരമായൊരു വിഭവമായിരുന്നു അത്. കബാബ് വന്നു. മധ്യേഷ്യയിലും അറബി നാടുകളിലുമെല്ലാം സുലഭമായ വിഭവമാണ് കബാബ്. കബാബ് സഞ്ജുവിനാണ്. ഗംഭീര കബാബിൽ സഞ്ജു പിടുത്തം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അത്താഴം ആഘോഷമാക്കി. ഇന്ന് രാത്രി കൂടിയേ ഞാൻ ഇവിടെയുള്ളൂ. അത്താഴം തന്ന് എന്നെ സൽക്കരിച്ച് യാത്രയാക്കുകയാണ് സഞ്ജു. ഇവിടുത്തെ വിശേഷങ്ങളും അൽമാട്ടിയിലെ ജീവിതവും ഇവിടുത്തെ മലയാളികളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്ന് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങിയെത്തുമ്പോഴേക്കും വൈകി. ഇന്നിനി അധിക നേരം ഉറങ്ങാനില്ല. ഞാൻ ജാലകത്തിലൂടെ നോക്കുമ്പോൾ നഗരം ഉറങ്ങിത്തുടങ്ങിയിട്ടേയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ 3:30 എണീറ്റ് റെഡിയായി. ഹോട്ടലുകാർ യൂബർ ടാക്സി പോലുള്ള ഇവിടുത്തെ സംവിധാനമായ ഒരു യാൻഡെക്സ് ഗോ കാർ വിളിച്ചു വരുത്തി. എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാനാണ്. അതിന്റെ ഫീസ് ഹോട്ടലുകാരെ കൊണ്ട് പേ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ കാശ് കൊടുക്കുകയായിരുന്നു. രാവിലെ 7:45 ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 4:30. 5 മണിയാകുമ്പോഴേക്കും എയർപോർട്ടിലെത്തണം.
അരമണിക്കൂർ യാത്രയേയുള്ളൂ. ഇതാണ് അൽമാട്ടി ഇന്റർനാഷണൽ എയർപോർട്ട്. ടാക്സിക്കാരൻ കൃത്യസമയം പാലിച്ചു. പുതിയ എയർപോർട്ടൊന്നുമല്ല, ഇതിന്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ചെക്ക് ഇൻ നടപടികളെല്ലാം പൂർത്തിയാക്കി. പുലർച്ചെയാണെങ്കിലും കുറേ യാത്രക്കാരുണ്ട്. പലയിടത്തേക്കും ഫ്ലൈറ്റുകൾ പുറപ്പെടുന്ന സമയമാണിതെന്ന് മനസ്സിലായി. ഞാൻ ഇനി വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടെ ലോഞ്ചുണ്ട്. പക്ഷേ ലോഞ്ചിനകത്തിരുന്നാൽ ഭക്ഷണം ഉൾപ്പെടെ എന്തെടുക്കണമെങ്കിലും പൈസ കൊടുക്കണം. കുഷ്യനുള്ള സീറ്റ് ഉണ്ടെന്നുള്ളത് മാത്രമാണ് ലോഞ്ചിന്റെ പ്രത്യേകത. സാധാരണ ലോഞ്ചുകളിൽ അങ്ങനെയല്ല. ലോഞ്ചിൽ ആക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെയുള്ളതെല്ലാം ഫ്രീ ആണ്. പുറത്തേക്ക് നോക്കുമ്പോൾ നേരം വെളുത്തിരിക്കുന്നു. എയർപോർട്ടിന്റെ ഭാഗങ്ങളെല്ലാം സജീവമാണ്. പല വിമാനങ്ങളും പുറപ്പെടാൻ നിൽക്കുന്നു. എനിക്കുള്ള വിമാനം ഗേറ്റ് നമ്പർ 1A നിന്നും പുറപ്പെടുകയാണെന്ന അറിയിപ്പ് വന്നു. ഞാൻ ഗേറ്റിലേക്കെത്തി. അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി. എയ്റോ ബ്രിഡ്ജൊന്നുമില്ല. ബസ്സിൽ വിമാനത്തിനടുത്തേക്ക് പോകുമ്പോൾ ഫ്ലൈ അരിസ്ഥാന്റെ വിമാനങ്ങൾ കാണാം. അൽമാട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബജറ്റ് എയർലൈനാണ് ഫ്ലൈ അരിസ്ഥാൻ. 2019 പ്രവർത്തനം ആരംഭിച്ചതാണത്. മുംബൈയിലേക്കൊക്കെ അത് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ടൂറിസം മാർക്കറ്റിൽ ഇന്ത്യയെ കസാഖിസ്ഥാൻ വലിയ തോതിൽ ലക്ഷ്യമിടുന്നു എന്നതിന്റെ സൂചനയാണത്. ബസ് കുറേ ദൂരം ഓടി. വിമാനത്താവളത്തിന്റെ ഏതോ അതിരിലാണ് ഡൽഹിയിലേക്കുള്ള വിമാനം വന്നു കിടക്കുന്നത്. ഞങ്ങൾ അതിനടുത്തിറങ്ങി. ഇളം തണുപ്പ്, സുഖമുള്ള കാലാവസ്ഥയാണ്. തലങ്ങും വിലങ്ങും ഓടുന്ന വിമാനങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ഈ നാടിന്റെ മണ്ണിൽ നിന്നും വിമാനത്തിലേക്ക് കയറുകയാണ്. ഞാൻ വിമാനത്തിനുള്ളിലേക്ക് കയറി ചെന്നു. 2A ആണ് എന്റെ സീറ്റ്. 2ാം നിരയിൽ 1ാമത്തെ സീറ്റ് വിൻഡോ സീറ്റാണ്. അവിടെ പോയി ഇരിപ്പുറപ്പിച്ചു. മിക്കവാറും എല്ലാ സീറ്റിലും പാസഞ്ചേഴ്സ് ഉണ്ട്. എയർ ഹോസ്റ്റസുമാർ വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കിക്കൊണ്ട് ഗാലറിയിൽ നിൽക്കുന്നു. മെനു കാർഡും ആദ്യമേ തന്നു. കുടിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് അത് തരുന്നു. ഷാമ്പെയിൻ, ജ്യൂസ്, വെള്ളം, ഇങ്ങനെ എന്തു വേണമെങ്കിലും കിട്ടും. പത്രത്തിലെ പ്രധാന വാർത്ത ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണവും ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതുമാണ്. വിമാനം പുറപ്പെടുകയായി. എയർ അസ്താനയുടെയും ഫ്ലൈ അരിസ്ഥാന്റെയും ആസ്ഥാനം അൽമാട്ടിയാണ്. വിമാനം റൺവേയിലേക്ക് കയറി. കൃത്യസമയത്ത് തന്നെ ടേക്ക് ഓഫ് ചെയ്തു. കസാഖിസ്ഥാന്റെ മണ്ണ് താഴ്ന്നു പോവുകയാണ്. ഇനി ജീവിതത്തിൽ ഞാൻ വരാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമുള്ള നഗരമാണ് അൽമാട്ടി. കസാഖിസ്ഥാനിലേക്ക് വന്നാലും ഇനി അൽമാട്ടിയിലേക്ക് വരേണ്ട കാര്യമില്ല. തലസ്ഥാനമായ അസ്താനയിലേക്കൊക്കെ പോകേണ്ട കാര്യമേ ഉള്ളൂ. വലിയ ചരിത്രവും നാടോടി പാരമ്പര്യവുമുള്ള കസാഖിസ്ഥാന്റെ മണ്ണിൽ നിന്ന് പറന്നുയർന്നിരിക്കുന്നു. അവരുടെ കൃഷിയിടങ്ങളാണ് താഴെ. ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന കൃഷിയിടങ്ങൾ. ഒരു കാലത്ത് സോവിയറ്റ് യൂണിയനെ മുഴുവൻ തീറ്റിപ്പോറ്റിയ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്ന നാടാണിത്. നഗരത്തിന്റെ പ്രാന്തഭാഗങ്ങളാണ് ഇപ്പോൾ താഴെ കാണുന്നത്. കൃഷിഭൂമിയുടെ അതിരുകളോളം വ്യാപിച്ചിരിക്കുന്ന വീടുകളുടെ നിര. കുറച്ചു കഴിയുമ്പോഴേക്കും വലിയ കൃഷിഭൂമികളുടെ മുകളിലൂടെയായി യാത്ര. കൃഷിഭൂമിയെ പകുത്തുകൊണ്ട് ഗ്രാമീണ പാതകൾ, ചെറിയ തോടുകൾ. വിമാനം കൂടുതൽ ഉയരത്തിലേക്കെത്തി. ഭൂപ്രകൃതി ആകെ മാറിക്കഴിഞ്ഞു. പരന്ന കൃഷിയിടം മാറിയിട്ട് മഞ്ഞുമലകളായി കാഴ്ച. മഞ്ഞുമലകളുടെ മടിത്തട്ടിലെ നഗരമാണല്ലോ അൽമാട്ടി. ഭക്ഷണം വിളമ്പുന്ന സമയമായി. എന്റെ ക്യാമറ വാങ്ങിച്ച് എന്റെ തന്നെ 2 ഷോട്ട് എടുത്തു തന്നു എയർ ഹോസ്റ്റസ്. യാത്രക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും പ്രഭാത ഭക്ഷണം പൂർത്തിയാക്കി. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ വിമാനം ഹിമാലയ പർവ്വതമുടികളുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. തർക്കഭൂമിയായിട്ടുള്ള അസായി ചിൻ ഭാഗങ്ങളുടെ മുകളിലൂടെ. അത് കഴിഞ്ഞ് ലേ ലഡാക്കിന്റെ മുകളിലേക്കെത്തും. മഞ്ഞിന്റെ വിശാലത മാത്രമാണ് കാഴ്ചയിൽ. മലകളും താഴ്വരകളുമെല്ലാം മഞ്ഞിനാൽ മൂടിക്കിടക്കുന്നു. മനുഷ്യർ വസിക്കാത്ത ഈ മഞ്ഞുമൂടിയ പർവ്വതനിരകളാണ്
ശരിക്കും ഇന്ത്യക്കും പാകിസ്ഥാനും ചൈനയ്ക്കും ഇടയിലുള്ള തർക്കഭൂമിയിൽ വലിയൊരു ഭാഗം. ഈ ഭൂമിയിലെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളുടെ പ്രൊട്ടക്ഷൻ എന്നിവയൊക്കെ പരിഗണിച്ചാണ് നമ്മൾ അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. താഴെ ഒരു നദിയും തീരത്തെ ഗ്രാമങ്ങളും. ചില ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ മഞ്ഞു മാത്രമുള്ള പർവ്വതങ്ങളാണ്. വിന്റർ തുടങ്ങിയിട്ടില്ല. എങ്കിലും മിക്കവാറും എല്ലാ കൊടുമുടികളും മഞ്ഞു പുതച്ചു കിടക്കുകയാണ്. മഞ്ഞിന്റെ ഒരു മഹാലോകം. സമ്മറിൽ ഈ മഞ്ഞുരുകി മലമടക്കുകൾക്കിടയിലൂടെ ഒഴുകി മഹാനദികളെ സമൃദ്ധമാക്കുന്നു. വിന്റർ ശക്തമാവുന്നതോടെ ഈ മഞ്ഞിന്റെ കനം വർദ്ധിക്കും. ആ കാഴ്ചകളും കണ്ട് വിമാനം ഡൽഹിയിലേക്ക് അടുക്കുന്നതും കാത്ത് ഞാൻ അങ്ങനെയിരുന്നു.